ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ അങ്ങേയറ്റമായ കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡ് ബേക്കൽ കോട്ടയുടെ പരിസരത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് ആദ്യം ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ ഇന്ത്യക്കാർക്കാണ് 25 രൂപയും വിദേശികൾക്കാണ് 300 രൂപ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതുവഴിയാണ് അങ്ങോട്ടേക്ക് പോകാനുള്ളത്. അപ്പം ഇതുവഴി നമുക്ക് ആ കോട്ടയ്ക്കുള്ളിലേക്ക് കയറാം. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ എന്തൊക്കെയാണ് സംഭവം എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പം ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ബേക്കൽ കോട്ടയുടെ പുറത്ത് നിന്നുള്ള ഒരു കാഴ്ച. അപ്പം ഈ ഒരു ഗേറ്റിൽ കൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. ഇത് കാണാൻ വന്ന കുട്ടികളൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഗേറ്റിലൂടെ അകത്തേക്ക് കയറാവേ. നല്ല വിശാലമായ വലിയൊരു കവാടം. ആ കവാടം കടന്നിട്ടാണ് നമ്മൾ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ എല്ലാം വെട്ടുകല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അകത്തോട്ട് കയറി വരുമ്പോൾ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ സൈഡിലൂടെ നമുക്ക് അകത്തോട്ട് വലിയ ഒരു കവാടം പോലെ ഉണ്ട്. ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെയാണ് നമ്മൾ പാസ്സൊക്കെ കാണിച്ച് അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ ഞാനും ഈ ഒരു ഗേറ്റ് കടർന്ന് അപ്പുറത്തേക്ക് പോവാണ്. അപ്പം ഈ ഒരു കവാടത്തിനകത്തൂടെ ഞാൻ അകത്തോട്ട് കയറും കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് കാണാനുള്ളതെന്നൊക്കെ. ഇവിടുന്ന് നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന് റൈറ്റിലോട്ടുമുണ്ട്, ഒന്ന് സ്ട്രെയിറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി പോയി ഈ ഒരു വഴി നമുക്ക് പോയാൽ നമുക്ക് വ്യൂ പോയിൻ്റാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. മനോഹരമായ വെട്ടുകല്ലാൽ നിർമ്മിച്ചിരിക്കണം കേട്ടോ. ഇതെല്ലാം വെട്ടുകല്ലുകളാലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ നടക്കുന്ന ഇതും ഈ സൈഡിലെ ഇതും വെട്ടുകല്ലാണ്. അപ്പം ഇവിടെ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ഇടയ്ക്ക് നടക്കാറുണ്ട്. ഈ ഒരു സൈഡിലോട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നല്ലൊരു മൈതാനമാണ്. അവിടെയും ബിൽഡിങ്ങിന് തറ കിട്ടിയ പോലെ വെട്ടുകല്ല് കൊണ്ട് നിർമ്മിതികളാണെന്ന് തോന്നുന്നത്. പഴയ പൊളിച്ചാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇങ്ങോട്ടൊരു വഴിയൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ ഇതിന് ചുറ്റും നമുക്ക് കറങ്ങി വരാനായിട്ടാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിനകത്തൂടെ നമുക്കിങ്ങനെ നടന്ന് വരാം. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. കാഴ്ചയിൽ വളരെ മനോഹരമായുള്ള നിർമ്മിതികളാണ്. അപ്പോൾ നമ്മളതുവഴി കറങ്ങി വന്നു. ഇപ്പുറത്തെ ആടി. അപ്പോൾ ആ വഴി കൂടി ഇങ്ങോട്ട് പോയാൽ വ്യൂ പോയിൻ്റ് കാണാം. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിലോട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ആ നടക്കുന്ന സമയത്ത് നമുക്ക് ഇതുണ്ട്, ഇതുപോലത്തെ മനോഹരമായ നിർമ്മിതികളും ഇതിൻ്റെ ചെറിയ ചെറിയ ഡിസൈൻ പോലെ എന്തൊക്കെയോ സെറ്റ്, സ്റ്റാറിൻ്റെ ആകൃതിയിലോ അല്ല വീടിൻ്റെ ആകൃതിയിലോ കേട്ടോ. അങ്ങനത്തെ ഡിസൈനുകളൊക്കെ ഇതിൽ കൊത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ മൊത്തം കണ്ടോ, കാണാമല്ലോ. അടുത്ത സൈഡിൽ കംപ്ലീറ്റ്ലി എന്താ പറയുക, കാട് പിടിച്ച് കിടക്കുവാണ്. ഈ ഒരു കാഴ്ചയൊക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നല്ല വ്യൂ ആയിട്ടുള്ള സംഭവം. ഇവിടെ കയറിയാൽ എന്തോ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ഒരു സൗകര്യമുണ്ട്. ഓ, ഇതിൻ്റെ ഭംഗി നമ്മൾ കണ്ടോ. ഇവിടെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു നിർമ്മിതി, ഞാനിപ്പം വട്ടം കറങ്ങി വന്ന നിർമ്മിതിയാണ്. അതിൻ്റെ ഭംഗി കണ്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരെണ്ണമുണ്ട്, നമുക്കിവിടെ പോയി നിന്ന് നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമെന്നറിയാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഇവിടെ നിൽക്കുമ്പം ഒന്നും കാണാനില്ലാണ്ടോ. ഇതിൻ്റെ ഈ കോട്ടയുടെ സൈഡ് മാത്രമേ കാണാനുള്ളൂ. അപ്പം ഞാൻ തിരിച്ച് വഴി ഇറങ്ങുവാണ്. തിരിച്ചിറങ്ങിയിട്ട് ഞാൻ വഴി പോവാം അങ്ങോട്ട്. പോയ വഴി തിരിച്ച് വരണമെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ കടലാന്ന് തോന്നുന്നു കാണുന്നേ. ഈ സൈഡ് അങ്ങോട്ട് വരുമ്പോഴേ അടിപൊളി വ്യൂ ആണ്. ഓ, ബീച്ച് ഇവിടെ നിന്നുണ്ടോ, ബീച്ച് കാണാം. കോട്ടയുടെ ഈ ഒരു സൈഡിൽ നിന്നാൽ നമുക്ക് കടലാണ് കാണുന്നുണ്ടോ. നീണ്ട് നിവർന്ന് കിടക്കുന്ന കടലാണ് ദേ ഈ കാണുന്നത്.
എന്ത് ഭംഗിയാണ്. ഇവിടെ നല്ല കാറ്റാണ് കണ്ടോ. ഇത് കണ്ടോ, ഇവിടെ ചെറിയൊരു ഇതുണ്ട്, എന്താ വാതിൽ. ആ വാതിലിൽ കൂടെ നമുക്ക് നോക്കിയാൽ, ഇതുവഴി നോക്കിയാൽ നമുക്ക് കടലൊക്കെ കാണാൻ ഉണ്ടോ. അവിടെ നിന്ന് ഒരു വ്യൂ പോയിൻ്റ് ആണ്. അവിടെ നിന്ന് കടലിനെ കുറച്ചുകൂടെ കാണാം. കണ്ടോ, മനോഹരമായ കാഴ്ചകളാണ് കണ്ടോ. ഈ വഴി ഇങ്ങനെ നടന്ന് താഴോട്ട് നമുക്ക് പോകണം. ഞാൻ അവിടെ ചെന്നിട്ട് കാഴ്ചകളൊക്കെ കാണാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇവിടെ ഒരു ഇതുണ്ട്. ഇതുവഴി നമുക്കത് നോക്കിയാൽ കടൽ താഴെ കാണാം. ഇത് കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ടോ, മനോഹരമായ ഒരു പാർക്കുണ്ടോ. ഈ പാർക്കിൽ വന്ന് ഇരിക്കാനായിട്ടൊക്കെയുള്ള സെറ്റപ്പുകളുണ്ട്. അവിടെയും കോട്ടയുടെ ഒരു ഡിസൈൻ ഉണ്ട് കണ്ടോ. അവിടെയും കയറി നിന്നാൽ നമുക്കെല്ലാം കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കോട്ടവാതിലൂടെയാണ് കേട്ടോ നമ്മൾ താഴോട്ടുള്ള വ്യൂ പോയിന്റിലോട്ട് ഇറങ്ങുന്നത്. ഈ ഒരു വാതിലിലൂടെ നമുക്ക് താഴോട്ടിറങ്ങാം. താഴോട്ടിറങ്ങി വന്ന് കഴിയുമ്പോൾ അവിടെ നിന്നാൽ നമുക്ക് ഈ ഒരു കടലിൻ്റെ വ്യൂ പോയിന്റ് കാണാം കേട്ടോ, വ്യൂ കാണാം. അപ്പം ഈ വഴി നമുക്ക് താഴോട്ടേക്ക് നടന്ന് പോകാനായിട്ടുണ്ട്. അപ്പോൾ ഈ വഴി നമ്മൾ താഴേക്ക് നടക്കുന്നുണ്ടോ, രണ്ട് സൈഡിലും മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. കള്ളിമുൾച്ചെടി ഇല്ലേ, കള്ളിമുള്ളിച്ചെടി അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്. അതുപോലെ ഈ സൈഡിലാണെങ്കിൽ നമുക്ക് തെങ്ങ് ഒക്കെ ഉണ്ട്. ഇവിടെയും നമുക്ക് താഴോട്ടിറങ്ങി വരുമ്പോൾ ഇരിക്കാനായിട്ടുള്ള ഒരു ചെയറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ താഴെ നമുക്കിതേ പോകേണ്ടത് ആ കാണുന്ന ആ പോയിന്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതുവഴി ഇങ്ങനെ കറങ്ങി വേണം താഴോട്ട്. അപ്പം ഇതുവഴി പോകുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നല്ല ഭംഗി ആസ്വദിച്ച് തണുപ്പാണ് ഉണ്ടോ. ഈ ഒരു ചെടിയൊക്കെ ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇത് ഒക്കെ ആസ്വദിച്ചത്. ഇതുണ്ട്, ഈ ഒരു ചെടിയുണ്ട്, മരത്തിൽ വള്ളിച്ചെടി പിടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഉണ്ടോ. അപ്പം ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇതുവഴി താഴേക്ക് ഇറങ്ങി പോവാം. അപ്പോൾ ഈ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ നിന്നാൽ പാറയൊക്കെ കാണാം കേട്ടോ, കടൽ കാണാം. കടലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നേരെ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല കാറ്റുണ്ട്, പക്ഷെ അവിടെയൊക്കെ നല്ല വെയിലുണ്ട്. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമുക്ക് നേരെ അവിടെയും പോയിന്ന് വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയും ഉണ്ട്, നമുക്ക് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഈ വഴി നമുക്കിങ്ങനെ ഇറങ്ങി പോയാൽ ഇവിടെ പടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാനായിട്ട് പടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പടികളിലൊക്കെ നമുക്ക് ഇരിക്കാം. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലാതെ അങ്ങനെ അവസാനം ഞാൻ ആ ഒരു പോയിന്റിലെത്തി കേട്ടോ. ഈ ഒരു പോയിന്റിൽ ഇവിടെ ഇപ്പം നേരെ നമുക്ക് കടലിൽ കാണാനായിട്ട് നമുക്കിത് എവിടോട്ട് വന്നാൽ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ വന്നാൽ ഞാൻ ആദ്യം നിന്ന് കടൽ കാണിച്ച ഒരു സ്പോട്ട് അതാണ് കേട്ടോ. ഇവിടെ നമുക്കിത് മനോഹരമായിട്ട് ഈ കടലിനെ കാണട്ടെ, പാറക്കൂട്ടങ്ങളൊക്കെ കാണാനായിട്ട്. ഇവിടെ ആൾക്കാർ ഇത് മീൻ പിടിക്കുന്നുണ്ട്. അവിടെ ഒരു ബോട്ട് ഫിഷിങ് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, അവിടെ നിന്നുണ്ട് ആൾക്കാർ മീൻ പിടിക്കുന്നതാണ്. കടലിങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഈ ഒരു കടലിൽ നമുക്ക് കാണാം. പല സിനിമകളിലും ഒക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ മിക്കവാറും സിനിമകളുടെയൊക്കെ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കാറുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ സ്ഥലമാണ്, അങ്ങോട്ടാണ് നമ്മൾ പോകാൻ. അവിടെ നമുക്ക് ഞാൻ ഇറങ്ങിയതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറിയാൽ അവിടെ നിന്ന് നമുക്ക് കടലാണ്. ഇത്താണ് ശരിക്കും കണ്ടോ, ബേക്കൽ കോട്ട നിരന്ന് കവിഞ്ഞ് കിടക്കുന്ന കോട്ട. അവിടെ തന്നെ തിരിച്ചു വന്നു. ഇനി ഞാൻ ഈ ഒരു വഴി അങ്ങോട്ട് പോയാൽ ഒരു വാച്ച് ടവർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വാച്ച് ടവർ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കടലാണ്. ഓൾറെഡി നമ്മൾ താഴോട്ട് പോയി കണ്ടാണ്. എങ്കിലും ഒന്ന് ഒരു ക്യൂരിയോസിറ്റി. എന്നെ കാറ്റെന്നറിയും. ഇവിടെ വന്നിരിക്കും നല്ല വൈബിൽ നമുക്ക് കാറ്റിങ്ങനെ അടിക്കും. നമ്മൾ മുമ്പേ പോയി നിന്ന് കണ്ട ആ വാച്ച് ടവറിലാണ് ഞാൻ പോയി കേട്ടോ. ആ വാച്ച് ടവറാണ്. അപ്പോൾ കടലിൽ നിന്നുള്ള അടിപൊളി കാറ്റ് ആസ്വദിച്ച് ഇവിടെ വന്നിരിക്കുക. ഒത്തിരി ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ്
ഇതുവഴി അങ്ങോട്ട് ഒത്തിരി നടക്കാനുണ്ട്. അപ്പം ഞാൻ നടന്നങ്ങ് ചെന്നിട്ട് ബാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഏറ്റവും ടോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം ഇത് ഏറ്റവും ടോപ്പിലുള്ള വാച്ച് ടവറാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാം കാണാനായിട്ട് സാധിക്കുന്നത്. അതുവഴി അങ്ങോട്ടും വഴിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതുവഴി നമുക്ക് നോക്കുമ്പം കടലിൻ്റെ കാഴ്ചകൾ നമ്മൾ താഴത്തെ വഴിയാണ് കേട്ടോ. ഈ വഴിയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് ഒത്തിരി ഉണ്ട് നടക്കാൻ കേട്ടോ. നടന്ന് എൻ്റെ അട്ടപ്പ് തെറിച്ചു. അടുത്ത സ്ഥലത്ത് ഞാൻ പല സ്ഥലവും ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കുന്ന ഒത്തിരി കാണുമ്പോൾ എല്ലാവർക്കും ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പകുതിയും ഞാൻ കുറച്ചൊക്കെ വിട്ടാണ്. മെയിനായിട്ട് കാണിക്കേണ്ട എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ. അല്ലാത്ത നടക്കുന്നതൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ. ഒത്തിരി ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം വെച്ചാൽ വെറുതെ അത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതേ ഇത് കണ്ടോ, ഇവിടെ എല്ലാം നിന്ന് വ്യൂ പോയിന്റുകളാണ് കേട്ടോ. പല ആംഗിളിൽ നമുക്ക് വ്യൂകളാണ്. അത് അവിടെ കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ഇതാണ് കേട്ടോ. അതായത് ഫിഷിംഗ് ബോട്ടുകൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണുന്നുണ്ടോ. ഇതിനിടയിലൂടെയാണ് നമ്മൾ ആ ഒരു കാഴ്ചയൊക്കെ കാണും. വെട്ടുകല്ലാണ് കംപ്ലീറ്റ്. നമ്മളെപ്പം വരുന്നതും ഉച്ച സമയമൊക്കെ ആയിരിക്കും. കാരണം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടേ. ഓ ഐ സീ, അവിടാണ് നമ്മുടെ ആ വാച്ച് ടവർ ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു വാച്ച് ടവർ ലക്ഷ്യമാക്കി ഇത്രയും നേരം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ വാച്ച് ടവർ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും ഞാനത് കണ്ടത്. അവിടെ കയറുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഓ, ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു വാച്ച് ടവർ എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് കയറുമ്പോൾ എല്ലാം കാണാമെന്നാണ് ഞാൻ കേട്ടത്. കയറി നോക്കാം. ഓ, നല്ല ഏറ്റവും ടോപ്പാണ് കേട്ടോ. ഏറ്റവും ടോപ്പിലുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതിന് 3 സൈഡാണ് കേട്ടോ. 1, 2, 3. നമുക്ക് ആദ്യം ഈ സൈഡിലൂടെ നോക്കാം. കടലാണ് കാണുന്നത്. സെക്കൻഡ് നമുക്ക് നോക്കാം. നമ്മൾ കാണുന്നത് ബീച്ചിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. അത് കടലിൻ്റെ സെൻറ്ററാണെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് ആ ബീച്ചിൻ്റെ സൈഡാണ് കാണുന്നത്. അപ്പം തേർഡ് വണ്ണിലൂടെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അതും ബീച്ചാണ് കേട്ടോ. ഓ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ വാച്ച് ടവർ അവിടെയാണ്, ഇതല്ല. അപ്പം എനിക്ക് തെറ്റിപ്പോയി. അപ്പോൾ അതാണ് വാച്ച് ടവർ. ഇനിയും കിടക്കുന്നതേ ഉള്ളൂ വാച്ച് ടവറിലേക്കുള്ള ദൂരം. ഇനി ഞാൻ വാച്ച് ടവറിൽ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഒത്തിരി ടവറുകളുണ്ട്. അതാണ് നമുക്ക് ആദ്യമായിട്ട് വരുമ്പം വഴി തെറ്റുന്ന കാര്യം. അതാണ് ഒത്തിരി ടവറിലേക്കുള്ള വഴികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇവിടെ കൊണ്ട് തീർന്നു വഴി. അടുത്ത ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ നോക്കുമ്പം കാണുന്നത് ഒരു തോട്, കടലിങ്ങോട്ട് കയറി കിടക്കുന്നതാണ് കേട്ടോ. തോടായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ. ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ആ ഒരു കാഴ്ചയാണ്. തെങ്ങുകൾ, അങ്ങനത്തെ ഒരു മനോഹരമായ ഒരു വിഷ്വൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഈ വഴി നോക്കുമ്പോൾ. ഇവിടെ നോക്കിയാൽ ഇതുപോലത്തെ ടവറുകളുണ്ട്. അപ്പോൾ ഇത് കാണുമ്പം ക്യൂരിയോസിറ്റിയാണ്. ഇവിടെ എന്താണെന്ന് അറിയാനായിട്ട്, ഇവിടെ നോക്കുമ്പോൾ എന്താണെന്നുള്ള അത് അറിയാനായിട്ട്. അപ്പോൾ നമ്മൾ മുമ്പേ ഞാൻ നിന്ന് കാണിച്ച വാച്ച് ടവർ അതാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ദേ ഈ കാണുന്നത്. ഉണ്ടോ, ഈ ഊർത്തെ ടവറുകൾ ഇഷ്ടം പോലെയാണ്. മുന്നോട്ട് നോക്കും വീണ്ടും കാണുന്ന അടുത്തൊരു ടവറാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇത് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയൊരു വാച്ച് ടവറാണ് ഈ കാണുന്നത്. അതിൻ്റെ മുകളിൽ കയറാം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ടവറായിട്ടുള്ളത്. ഞാൻ നടന്നു വന്നൊരു വഴിയാണ് കേട്ടോ ഇത്. ഈ വഴി നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ആ വാച്ച് ടവറും ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി കാണണമെങ്കിൽ ഇത് ശരിക്കും നോക്കി എത്ര മനോഹരമായ നിർമ്മിതികളാണ് ഇതൊക്കെ. ഒന്ന് കണ്ടു നോക്കിക്കേ. ഇവിടെ ഒരു ഇതുണ്ട്. അപ്പം ഇവിടെയായിട്ടും ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് വ്യൂ എന്നുള്ളത്. ഇതിൻ്റെ ടോപ്പിൽ നിന്നിട്ട് നമുക്ക് കാണാം.
നമ്മൾ കയറി വന്ന എൻട്രൻസ് ഉണ്ട്, ഇതാണ് കേട്ടോ. ഞാൻ കയറി വന്ന എൻട്രൻസ് ആണ് കാണുന്നത്. എൻ്റെ ടോപ്പിൽ വരുമ്പോഴത്തെ ഒരു വ്യൂ ആണ് ഇത്. ഈ ഒരു കാണുന്നുണ്ടോ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമൊക്കെ കാണാം അവിടെ നിന്ന്. ഞാൻ ഒത്തിരി പ്രതീക്ഷയിലാണ് കേട്ടോ ഇങ്ങോട്ട് കയറി വന്നത്, പക്ഷേ ഇവിടെ അത്രയൊന്നും കാണാനായിട്ടില്ല. അവസാനം ഈ കാണുന്ന വാച്ച് ടവർ ഞാൻ കണ്ടെത്തി. അങ്ങോട്ടുള്ള നടക്കുക കേട്ടോ, അങ്ങോട്ട് ഒത്തിരി നടക്കാൻ. അപ്പം ഈ കണ്ടു, ഈ സൈഡിലൊക്കെ നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇവർ നല്ല മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നടന്നു വരുന്ന തറയെല്ലാം മുമ്പേ കണ്ടുപോലെ എല്ലാം വെട്ടുകല്ലുകളാൽ നിർമ്മിച്ചിരിക്കുന്ന തറകളാണ്. ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ നടന്ന് മുകളിൽ കയറുന്നത്. ഒരു സൈഡ് നോക്കി അടിപൊളി പാർക്കും ഒരു നല്ല മാവും അതിൻ്റെ ചൂട്ടിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്ന് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇത് എത്ര വെയിലാണേലും ഇവിടെ വന്നിരുന്ന് നല്ല ഇളം കാറ്റും തണുപ്പും ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പം ഇതുവഴിയാണ് നമുക്ക് ഈ ഒരു വാച്ച് ടവറിൻ്റെ ടോപ്പിലേക്ക് കയറും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാം. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്ന കടലായിരിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഈ ഒരു സൈഡിൽ കാറ്റ് വരുന്നുണ്ട്. നമുക്ക് ആ സൈഡിലോട്ട് പോയി അവിടെ നോക്കാം എന്താണ് കാണാൻ ഉള്ളതെന്നുള്ളൊരു കാഴ്ച. അയ്യോ, ഇവിടെ വരുമ്പം കടലല്ല, ഈ ഒരു ഗാർഡനാണ് കേട്ടോ. ഈ ഒരു ഗാർഡനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ മുമ്പേ കയറിയ വാച്ച് ടവർ, പിന്നെ ഈ ആ ടവറിൻ്റെ താഴ്വശമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാം. അപ്പം ഈ ഒരു വഴിയാണ് നമ്മൾ, നല്ല സ്ലോപ്പാണ് കേട്ടോ, നല്ല കുത്തനെയായിട്ട് കിടക്കുന്നതാണ്. മണ്ടയിലോട്ട് നമുക്ക് കയറി ചെല്ലാം. അതിന് ഞാൻ കണ്ടു ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഞാൻ കയറി വന്ന ഒരു കയറ്റമാണ് കണ്ടോ. അപ്പം ഇതിന് മുണ്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുള്ള് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഈ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റോട് ചുറ്റും നമുക്ക് നടന്നിട്ട് ഈ ഒരു ബേക്കൽ കോട്ട കംപ്ലീറ്റ്ലി കാണാനായിട്ട് സാധിക്കും. നമ്മൾ നടന്നു വന്ന വഴിയാണ് കേട്ടോ. കണ്ടേ, വഴി ഇങ്ങനെയാണ് നടന്ന് വന്നത്. ഈ ഒരു സൈഡും മുമ്പേ ഞാൻ പോയി. അയ്യോ, ഇന്നോർത്ത് നോക്കി നിങ്ങൾ, ഇതുവഴിയെല്ലാം ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരം ഞാൻ നടന്നാണ് ഇതിൻ്റെ ഫുൾ വിഷ്വൽ ഷൂട്ട് ചെയ്തത്. അത്രയ്ക്കുണ്ട് സാധനം കാണാനായിട്ട് കേട്ടോ. കംപ്ലീറ്റ്ലി ഇവിടുത്തെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ തിരിച്ചിറങ്ങുവാണ്.